എല്ലാവർക്കും നമസ്കാരം. VFA 40 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ ഇന്ന് PYQ സെക്ഷനാണ് നോക്കുന്നത്. ഓക്കെ, 11ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യം നോക്കാം. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ പാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ദേശീയ ജലപാതയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. നാഷണൽ വാട്ടർവേ ഏതാണത്? PSCയുടെ സ്ഥിരം ചോദ്യമാണ്. നാഷണൽ വാട്ടർവേ 3 ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ. കേരളത്തിൽ പ്രധാനപ്പെട്ട ദേശീയ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ് കേട്ടോ. അതിന് വെസ്റ്റ് കോസ്റ്റ് കനാൽ, പ്രധാനമായും കേരളത്തിലെ വെസ്റ്റ് കോസ്റ്റ് കനാൽ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി NW2 ഏതാണ്? അത് സാദിയ ഡുബ്രിയാണ് കേട്ടോ. NW2 എന്ന് പറയുന്നത് അത് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, അതിന് മുമ്പ് NW1 എന്ന് പറയുന്നത് ഹാൽഡിയ, ഗംഗ പ്രയാഗ്രാജ് വരുന്നതാണ് കേട്ടോ. പ്രയാഗ്രാജ് ഹാൽഡിയ വരുന്നതാണ്. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? 2025 ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. പത്മവിഭൂഷണാണ് കേട്ടോ ലഭിച്ചത്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 10ാം പഞ്ചവത്സര പദ്ധതി കേരളത്തിൻ്റെ വികസന മാതൃക സാധാരണയായിട്ട് ഇതൊക്കെ വരിക: ഉയർന്ന സാക്ഷരത, ഉയർന്ന ആയുർദൈർഘ്യം, കുറഞ്ഞ ശിശുമരണ നിരക്ക് അല്ലേ, പിന്നെ മികച്ച ആരോഗ്യ സൂചികകൾ, അതൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നത് സാമ്പത്തിക വളർച്ചയേക്കാൾ മനുഷ്യ വികസന നേട്ടങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് കേട്ടോ. ബാക്കി 1ാം പഞ്ചവത്സര പദ്ധതി അതിലേതായിരുന്നു പ്രധാന ഊന്നൽ? കൃഷി, ജലസേചനം അല്ലേ. ദെൻ 6ാം പഞ്ചവത്സര പദ്ധതി 1980-85 കാലഘട്ടത്തിലായിരുന്നു. ഇപ്പോൾ കേരള മോഡൽ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഓർമ്മിക്കേണ്ടത് എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് അതിൽ വരുന്നത്. അടുത്ത ചോദ്യം, വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന നയം ഏതാണ്? അത് സ്വകാര്യവൽക്കരണമാണ് അല്ലേ. വ്യവസായ, വാണിജ്യ രംഗങ്ങളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യവൽക്കരണം. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുതിയ സാമ്പത്തിക നയം അഥവാ ന്യൂ ഇക്കണോമിക് പോളിസി അല്ലെ, പുത്തൻ സാമ്പത്തിക നയം, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് LPG അഥവാ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ വരുന്നത്. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് ഉദാരവൽക്കരണം, അതായത് വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ, ലൈസൻസ് രാജ് ഒഴിവാക്കി, അതാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ദെൻ സ്വകാര്യവൽക്കരണം എന്താണ്? പ്രൈവറ്റൈസേഷൻ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയോ നിയന്ത്രണമോ ഭാഗികമോ അല്ലെങ്കിൽ പൂർണ്ണമായോ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറയും. അതേതാണ്? സ്വകാര്യവൽക്കരണം. ഇനി ആഗോളവൽക്കരണം എന്താണ്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ലോക സാമ്പത്തിക വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതായിരുന്നു ഇത് ആഗോളവൽക്കരണം. ഓക്കെ, ഇത് പ്രഖ്യാപിച്ചത് 1991 പ്രധാനമന്ത്രി അപ്പോൾ ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു കേട്ടോ. നരസിംഹറാവുവിൻ്റെ സർക്കാരായിരുന്നു. ധനകാര്യമന്ത്രിയായിരുന്ന ആ സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അടുത്ത ചോദ്യം, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാരാണ്? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആരാണ്? ദാദാബായ് നവറോജി അല്ലേ. ഡ്രെയിൻ തിയറി ദാദാബായ് നവറോജിയാണ്. ഇതിനു മുമ്പ് അവതരിപ്പിച്ചത് നമ്മൾ ഷോർട്സിൽ കണ്ടതാണല്ലേ. അപ്പോൾ ദാദാബായ് നവറോജിയാണ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള സാമ്പത്തിക സമ്പത്തിൻ്റെ ഒഴുക്ക് വിശദീകരിച്ച് ഒരു തിയറി അവതരിപ്പിച്ചത് ഏതാണ്? ഡ്രെയിൻ തിയറിയാണ് കേട്ടോ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കേട്ടോ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതി ആരുടേതാണ്? അത് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് അല്ലേ. ഡിസ്കവറി ഓഫ് ഇന്ത്യ. ദെൻ RC ദത്ത് അഥവാ രമേശ് ചന്ദ്ര ദത്ത്, അദ്ദേഹം ആരാണ്? ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ രചിച്ചത് RC ദത്ത് അഥവാ രമേശ് ചന്ദ്ര ദത്താണ്. ഓക്കെ, അപ്പോൾ ഡ്രെയിൻ തിയറി ആരാണ്? ദാദാബായ് നവറോജിയാണ്. അടുത്തത്, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്?
നീതി ആയോഗ് അല്ലേ, നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത് 2015 ജനുവരി 1. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ചെയർപേഴ്സൺ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അല്ലേ. ബോട്ടം അപ്പ് അപ്രോച്ചാണ്, അഥവാ താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്കുള്ള അപ്രോച്ചാണ് ഇതിന് നീതി ആയോഗിനുള്ളത് കേട്ടോ. ബോട്ടം അപ്പ് അപ്രോച്ച്, അത് ഓർത്തിരിക്കണേ. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന തിങ്ക് ടാങ്ക് ആയിട്ടൊക്കെ ഇത് പ്രവർത്തിക്കുന്നു. അടുത്ത ചോദ്യം, ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ഹോട്ടൽ വ്യവസായം ഏതിലാണ് വരുന്നത്? തൃതീയ മേഖല അല്ലേ, സർവീസിലല്ലേ വരുന്നത്. ടെർഷ്യറി സെക്ടർ, സർവീസ് അല്ലെങ്കിൽ സേവന മേഖലയിലാണ് വരുന്നത് അല്ലേ. സേവനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഹോട്ടൽ, ടൂറിസം, ബാങ്കിങ്, ഗതാഗതം, അതൊക്കെ ഏതിലാണ് വരുന്നത്? വിവരസാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസമൊക്കെ ആ ടെർഷ്യറി സെക്ടർ, തൃതീയ മേഖലയിലാണ് വരുന്നത്. പ്രാഥമിക മേഖലയിൽ വരുന്നത് എന്തൊക്കെയാണ്? കൃഷി, വനം, മത്സ്യബന്ധനം, ഖനനം, അത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടർ. ദ്വിതീയ മേഖലയോ? അത് പ്രാഥമിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന മേഖലയാണ്. ഇപ്പോൾ വ്യവസായം അങ്ങനെയൊക്കെയുള്ളതാണ് ഇതിൽ വരുന്നത്, ദ്വിതീയ മേഖലയിൽ വരുന്നത്. അടുത്ത ചോദ്യം, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇന്ത്യയിലെ മുഖ്യവിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? എല്ലാം ശരിയാണ്. ഓൾ ദി എബോവ് ആണ് ആൻസർ വരുന്നത്. എല്ലാം ശരിയാണ്. നെൽകൃഷി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളയും ഭക്ഷ്യവിളയും അതോടൊപ്പം തന്നെ ഖാരിഫ് വിളയുമാണ് അല്ലേ. നെല്ല് ഉൽപ്പാദനത്തിൽ ലോകത്ത് 1-ാം സ്ഥാനം ചൈനയ്ക്കും 2-ാം സ്ഥാനം ഇന്ത്യക്കുമാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ? പശ്ചിമ ബംഗാളാണ് കേട്ടോ, പശ്ചിമ ബംഗാളാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് അല്ലേ. പിന്നെ ഇതിന് താപനില എത്രയാണ് വേണ്ടത്? 24 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില. 100 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശത്ത് എക്കൽ മണ്ണ്, അതായത് വെള്ളം കെട്ടി നിൽക്കാൻ ശേഷിയുള്ള എക്കൽ മണ്ണൊക്കെ ഉള്ളിടത്താണ് നെൽകൃഷി നമ്മൾ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓരോ പ്രസ്താവനയും നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഭാഗമല്ലാത്തത് അഥവാ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരുന്നത്? ഓപ്ഷൻ സി, അതായത് 1, 2, 3 ശരിയാണ്, 4-ാമത്തെ തെറ്റാണ്. അതാണ് വരുന്നത്. 4-ാമത്തെ എന്താ തെറ്റാൻ കാരണം? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് എന്നാണ്? 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 3-ാം പഞ്ചവത്സര പദ്ധതി അല്ലേ, അത് 1965-66 കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഉയർന്ന വിളവ് തരുന്ന വിത്തുകൾ യൂസ് ചെയ്യുന്നു, രാസവളം, കീടനാശിനികൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, യന്ത്രവൽക്കരണം അല്ലേ, അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. പ്രധാനമായും ഗോതമ്പ്, നെല്ല് ഉൽപ്പാദനത്തിലാണ് വർധനവ് ഉണ്ടാക്കിയത്. ലോക ഹരിത വിപ്ലവത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ പ്രധാന ശില്പി നോർമൻ ബോർലോഗും ഇന്ത്യയിൽ ആരാണ്? MS സ്വാമിനാഥനുമാണ് കേട്ടോ, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86-ാം ഭരണഘടനാ ഭേദഗതിയാണ് അല്ലേ. 86-ാം ഭരണഘടനാ ഭേദഗതി 2002. അതിലാണ് ഏത്? ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ ഏതാണ്? 21A-ലാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ നിലവിൽ വന്നത്, ഓർത്തിരിക്കാം. 92-ാം ഭേദഗതി എന്തുമായി റിലേറ്റ് ചെയ്തതാണ്? 8-ാം പട്ടികയിൽ ഭാഷകൾ കൂട്ടിച്ചേർത്തതായിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. 44-ാം ഭരണഘടനാ ഭേദഗതിയോ? റൈറ്റ് ടു പ്രോപ്പർട്ടി, അത് മൗലികാവകാശത്തിൽ നിന്ന് നീക്കിയതൊക്കെ അതിൽ വരുന്നതാണ്.
ഇപ്പോൾ കുറച്ച് എന്താണ് നമ്മുടെ എപ്പോഴും ചോദിക്കുന്ന ഭേദഗതികൾ, ഇപ്പോൾ 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. 44ാമത്തേത് പ്രോപ്പർട്ടി റൈറ്റ് ലീഗൽ എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. 52ാമത്തെ ഏതാണ്? 52ാമത്തെ ഭേദഗതി ആൻറ്റി ഡിഫിക്ഷൻ ലോയിൽ നിന്ന് വരുന്നതാണ്. 61ാമത്തെ ഭേദഗതി ഏതാണ്? 61 അത് വോട്ടിംഗ് റൈറ്റ് 21 നിന്ന് 18 ആക്കി കുറച്ചതാണ്. ദെൻ 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജും 74ാമത്തെ മുനിസിപ്പാലിറ്റിയുമാണ്. ഇതൊക്കെ ഓർത്തിരിക്കുക. 101 GST ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, അല്ലേ? മോത്തിലാൽ നെഹ്റു 1928 നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷനായുള്ള കമ്മിറ്റിയാണ്, അല്ലേ? അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനുള്ള പ്രധാനപ്പെട്ട ആദ്യകാല ശ്രമമായിരുന്നു ഇത്. നെഹ്റു റിപ്പോർട്ട് എന്ന 28 അല്ലേ? മോത്തിലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? അത് ഡോക്ടർ BR അംബേദ്കർ, അല്ലേ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത്, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണ്? രാഷ്ട്രത്തലവൻ്റെ അധികാരം, പേര്, രാഷ്ട്രത്തിൻ്റെ പേര്, നിയമനിർമ്മാണ സഭയുടെ പേര്. ഏതാണ് ഇല്ലാത്തത്? രാഷ്ട്രത്തലവൻ്റെ പേരാണ് കേട്ടോ. രാഷ്ട്രത്തലവൻ്റെ പേര്. ഒരു ഭരണഘടനയിൽ സാധാരണയായി ഭരണ സംവിധാനത്തിൻ്റെ ഘടനയും അധികാരങ്ങളും സ്ഥാനങ്ങളുമാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രത്തലവൻ്റെ സ്ഥാനം, അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ, നിയമനിർമ്മാണ സഭ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നിർവചിക്കുന്നത് കേട്ടോ. അപ്പം പേര്, നിലവിലുള്ള വ്യക്തിയുടെ പേര് ഭരണഘടനയിൽ എന്ത് ചെയ്യുന്നില്ല? സ്ഥിരമായി രേഖപ്പെടുത്തുന്നില്ല. കാരണം വ്യക്തികൾ മാറുമല്ലോ, അതുകൊണ്ടാണ്. അടുത്തത്, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 40 ആണ് കേട്ടോ. ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 40 ആണ്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. അത് ഏതിൽ വരുന്നതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അല്ലേ? അതി പ്രധാനപ്പെട്ട ഒരു അനുച്ഛേദമാണ് ഏത്? ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. അടുത്തത്, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ലോർഡ് റിപ്പൺ ആണ്. ആരാണ്? ലോർഡ് റിപ്പൺ. ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ്. 1882 അദ്ദേഹം അവതരിപ്പിച്ച റെസൊല്യൂഷൻ ഓൺ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ വലിയ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ 1882 ആ റെസൊല്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നതെന്ന് നോക്കാം. ലോക്കൽ ബോഡീസിന് കൂടുതൽ അധികാരം, പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പങ്കാളിത്തം, പിന്നെ ഡീസെൻട്രലൈസേഷന് പ്രാധാന്യം നൽകുക, പ്രാദേശിക ജനങ്ങൾക്ക് ഭരണത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുക എന്നതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് വിളിക്കുന്നത് ആരെയാണ്? ലോർഡ് റിപ്പണെയാണ്. ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആരായിരുന്നു? അത് ലോർഡ് കാനിങ്, അല്ലേ? ലോർഡ് കാനിങ് പ്രഭു അല്ലേ ഇന്ത്യയുടെ ആദ്യ വൈസ്രോയ്. സബ്സിഡറി അലയൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? അത് ലോർഡ് വെല്ലസ്ലി ആണ്, അല്ലേ? വെല്ലസ്ലി, സബ്സിഡറി അലയൻസ്. ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തത് ആരാണ്? ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് അത് ഡെൽഹൌസി ആണ് കേട്ടോ. ഡെൽഹൌസി ആണ്. ആരാണ്? ഡെൽഹൌസി. ഇപ്പോൾ റിപ്പൺ എന്ന് പറയുമ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഓർത്തിരിക്കുക. ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അടുത്ത ചോദ്യം, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഏതാണ് ഉത്തരാഖണ്ഡ്? 2024 ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് നിയമം പാസ്സാക്കി. തുടർന്ന് അത് 2025 ജനുവരിയിലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഇനി ഗോവ എന്താണ്? ഗോവ ഓപ്ഷൻസിലില്ല ഓരോന്ന്, എന്നാലും ഗോവ എന്തായിരുന്നു? ഗോവയിൽ പോർച്ചുഗീസ് സിവിൽ കോഡ് പാരമ്പര്യമായി നിലനിന്നിരുന്നു, അല്ലേ? അതിനാൽ ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് പോലുള്ള ഏകീകൃത സിവിൽ നിയമം പാരമ്പര്യമായി നിലവിൽ നിന്ന പ്രദേശം എന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതേതാണ്? ഗോവയാണ് കേട്ടോ. ഓക്കെ,
മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? അത് പാർലമെൻ്ററി കാര്യസമിതിയാണ് കേട്ടോ. പാർലമെൻ്ററി കാര്യസമിതി, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെൻ്ററി അഫയേഴ്സ്. ഓക്കെ, അതിൽ പ്രധാനമന്ത്രി എന്തല്ല, കമ്മിറ്റിയിൽ അംഗമല്ല, അതിൻ്റെ ചെയർമാൻ കമ്മിറ്റിയിൽ അംഗമല്ല. ഓക്കെ, തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 3 പ്രസ്താവനയും നോക്കാം. തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 3. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3 മാത്രമേ ശരിയായിട്ടുള്ളൂ. ഒന്നാമത്തെ എന്താ പറയട്ടെ? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ? അത് ആർട്ടിക്കിൾ 243(k)യുമായി ബന്ധപ്പെട്ടതാണ്. അത് ശരിയാണ്. മൂന്നാമത് പറയുന്നത് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും സാധാരണ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അതും ശരിയാണ്. എന്നാൽ ഭരണഘടനാപരമായ സാഹചര്യങ്ങളിൽ പിരിച്ചുവിടൽ തുടങ്ങിയ പ്രത്യേക സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, അത് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ തെറ്റാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ അല്ല നടത്തുന്നത്. ആരാ പിന്നെ നടത്തുന്നത്? മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറല്ല, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് നടത്തുന്നത്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ പ്രധാനമായും ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പാണ്, അതിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇപ്പോൾ ലോക്സഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം. എന്താണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുന്നതിനും സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വിഭവങ്ങളുടെ വിതരണം സംബന്ധിച്ച് ശുപാർശകൾ നൽകുന്നതുമായിട്ടുള്ളൊരു ഭരണഘടനാ സ്ഥാപനമാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അപ്പം ഒന്നാമത് എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ് എന്ന് പറയുന്നത് ശരിയാണ്. രണ്ടാമത് പറയുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യണം? രൂപീകരിക്കണം. അതായത് കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. അതും ശരിയാണ്. മൂന്നാമത് എന്താ പറയുന്നത്? സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. അത് തെറ്റാണ് അല്ലേ? അതായത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ പ്രധാന ചുമതല ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി പ്രവർത്തിക്കുക എന്നതല്ല. അതിന് പകരം പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുക, മുനിസിപ്പാലിറ്റികളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇപ്പോൾ 243(i)ലാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ പറ്റി പറയുന്നത് കേട്ടോ. ഐ ഇൻകം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 243(k) ഏതാണ്? അത് ഇലക്ഷൻ കമ്മീഷനാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, കൃഷിയും പോലീസും, ജയിലും തദ്ദേശ ഗവൺമെൻറ്റും, വിദ്യാഭ്യാസവും വനവും. ഏതൊക്കെയാണ് ശരിയായത്? 1ഉം 2ഉം അല്ലേ? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അഗ്രികൾച്ചറും പോലീസും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പ്രിസണും ലോക്കൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. മൂന്നാമത്തെ എന്താ തെറ്റിയത്? വിദ്യാഭ്യാസവും വനവും അത് സ്റ്റേറ്റിലാണോ? അല്ല, അത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത് അല്ലേ? കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരുന്നത്, അത് ഓർത്തിരിക്കുക. ഫോറസ്റ്റ്, എഡ്യൂക്കേഷൻ, പിന്നെന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ് ആൻഡ് ബേർഡ്സ്, അതൊക്കെ കൺകറൻറ്റിലാണ് വരുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഇതൊക്കെയാണ് ശരിയായിട്ടുള്ളത്. എല്ലാം ശരിയാണല്ലേ? പി സതീദേവി കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. അതും ശരിയാണ്.
ദെൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. കേരള വുമൻസ് കമ്മീഷൻ ആക്ട് 1990 പ്രകാരമാണ് അത് രൂപീകരിച്ചത്. അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്